ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത. ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ വിധിയിലേക്ക് കോടതി കടക്കുന്നു. ചതിയല്ല ജയ, വിധിയ. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് വരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. ഷാരോൺ രാജ് എന്ന ഒരു യുവാവ് 11 നാൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചു കൊന്ന, വിഷം കൊടുത്തു കൊന്ന കേസിലെ പ്രണയം നടിച്ച് വഞ്ചിച്ചു കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് 24-കാരി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു. ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. തന്നെ എന്താണോ കോടതി നൽകിയ സൂചന, കോടതി നൽകിയ സൂചകം, അതേപോലെ തന്നെ ശിക്ഷാവിധി വരുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. തീർച്ചയായും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചാരും കൊലയ്ക്ക്, കൊടും ക്രൂരതയ്ക്ക് വധശിക്ഷ, സമാനതകളില്ലാത്ത ക്രൂരകൃത്യത്തിന് ചരിത്രം. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള ഇത്രയും വലിയ സെൻസേഷണലായ കേസുകൾക്ക് പരമാവധി ജീവപര്യന്തത്തിലേക്ക് ഒതുക്കുന്ന കോടതിയുടെ കീഴ്വഴക്കങ്ങൾ മാറുന്നു. കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, വധശിക്ഷ കാത്തു നിൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയായി ഗ്രീഷ്മ മാറുന്നു. എന്താടാ പുച്ഛിച്ചൊരു 2 ലക്ഷം രൂപ പിഴയുണ്ട്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ്. 2 ലക്ഷം രൂപ പിഴയുണ്ട്. കോടതിയിൽ ഭാവവ്യത്യാസമില്ലാതെ ഗ്രീഷ്മ നിൽക്കുന്നു. മൂന്നാം പ്രതിക്ക് 3 വർഷം തടവാണ്. ഗ്രീഷ്മയുടെ അമ്മാവനെ തെളിവ് നശിപ്പിക്കലും 3 വർഷം തടവാണ്. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ഛിച്ച വരെ കോരിയവനാടായിക്കോട്ടെ. ഏറ്റവും ഒടുവിൽ ആ ചെയ്ത പാതകത്തിന്, ചെയ്ത മാപ്പർഹിക്കാത്ത കുറ്റത്തിന് തൂക്കുകയർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും ദ ലാസ്റ്റ് എന്ന പരമാവധി ശിക്ഷ നൽകുന്നു. മനുഷ്യന്റെ ഒരു അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.